ഹലോ ഗൈസ്, യൂട്യൂബ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, യൂട്യൂബ് മീഡിയയുടെ ബിഗ് ബോസ് ടോക്ക് ആണ്. ഞാൻ വീണ്ടും ഇന്നായി വെറുപ്പികളുടെ കാര്യം ഞാൻ അങ്ങ് മറന്നു, മനഃപൂർവ്വമായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതായത് അനീഷും ശാരികയും അവര് ചെയ്യുന്നത് എന്തെന്നുള്ളത് ഞാൻ നോക്കുന്നില്ല, വിട്ടേക്ക്. ഇനി പറയാൻ പോകുന്നതിനകത്തും ഉണ്ട് കേട്ടോ. ഇപ്പൊ ഈ കഥാപാത്രങ്ങൾ വീണ്ടും വരും. അപ്പൊ നീ ഇനി വീണ്ടും നിറകുടം തുളുമ്പാതിരിക്കരുത്. ഓക്കെ, മൂട് കളഞ്ഞ് തുടക്കത്തിൽ തന്നെ അത് പറയണ്ടായിരുന്നു, കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി. സസ്പെൻസ് ആ സമയത്ത് ഞാൻ ഞെട്ടുന്ന കാണായിരുന്നു സത്യം ഇതിൽ വരുമ്പോ. പറഞ്ഞു എന്താണെങ്കിലും നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതിന്റെ ബാക്കിയായിട്ട് തന്നെയാണ് അവിടെ പ്ലാസ്മ ടിവിന്റെ മുന്നിൽ വന്നിരുന്നിട്ടുള്ള വിഷയങ്ങളൊക്കെ നടന്നു. അതിനുശേഷം ബിഗ് ബോസ് ഇടപെട്ടു. പിന്നെ നമ്മുടെ അക്ബർ ഇന്നലെ ടാസ്ക് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യിച്ചതിന്റെ പണിപ്പുരയില് ആൾക്ക് കയറാൻ പറ്റും. ഇൻഡിവിജ്വൽ ആയിട്ടായിരുന്നു അതിന്റെ സെലക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നത്. അതിൽ പോയിന്റ് നേടിയതും പോയിന്റ്സ് കൂടുതലുണ്ടായിരുന്നൊക്കെ അക്ബർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അക്ബറിന് കയറാൻ അതിന് മുന്നേ ഇതെന്തായാലും ഇന്നലെ തന്നെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പണിപ്പുരയിലേക്ക് കയറാൻ ഒരേ ഒരാൾക്കേ അവകാശമുള്ളൂ. അതെ, ഇതിനു മുൻപ് അക്ബർ കയറിയിട്ടുണ്ടായിരുന്നു, കൂടെ ആദിലയും നൂറും ഉണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും ഈ സീസണിൽ രണ്ടാമത്തെ തവണയാണ് ഈ പണിപ്പുരയിലേക്ക് കയറുന്നത്. ഒരാഴ്ചയിൽ 2 തവണ ഇത് വരുള്ളൂ. ഈ 2 തവണയും അക്ബർ ഉണ്ട് കേട്ടോ. അതെ, സൂപ്പർ. ഗെയിമിന്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞല്ലോ, വേറെ ലെവലാണ്. അപ്പൊ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത്, പണിപ്പുരയിലേക്ക് അക്ബറിന് കയറാം. പക്ഷെ പണിപ്പുര എന്ന് പറഞ്ഞാൽ നല്ല പണിയുള്ള പുര എന്നുള്ള കാര്യം വീണ്ടും തെളിയിച്ചു കൊടുത്തു. അത് വേറൊരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഈ പണിപ്പുരയിലേക്ക് കയറുന്നത് ഇവരുടെ എല്ലാവരുടെയും സാധനം എടുക്കാന്നുള്ള അങ്ങനെ ആയിരുന്നല്ലോ. പക്ഷെ ഇതിൽ വന്നപ്പോ അങ്ങനെയല്ല. അക്ബറിന്റെ സാധനം എടുക്കാൻ പറ്റും. സാധനം മാറ്റം വന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാരും പ്രതീക്ഷിച്ചിരിക്കുക. അപ്പം അക്ബറിനോട് ചോദിച്ചു എന്താണ് അതിനുള്ളിൽ കയറി ചെയ്യാൻ പോകുന്നതെന്ന്. അപ്പൊ ആള് പറഞ്ഞു ഇവിടെ എല്ലാവർക്കും ഫുഡാണ് പ്രശ്നം വന്നിരിക്കുന്നത്, ഡ്രസ്സൊക്കെ എടുക്കുന്നതിനെക്കാളും മുന്നേ ഫുഡിനായിരിക്കും അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുക്കാനുള്ള പ്ലാനിങ് ആയിരുന്നു. അപ്പോഴാണ് ബിഗ് ബോസ് പറയുന്നത് എല്ലാം ഞാൻ കേട്ടു, പക്ഷെ ഇന്ന് ഇതിനുള്ളിൽ കയറുമ്പോ പണിപ്പുരയിൽ കയറുമ്പോ അക്ബറിന്റെ സാധനങ്ങൾ, അക്ബറിന് കഴിക്കാനുള്ള ഇഷ്ടമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണോ അത് മാത്രം എടുക്കാം. 20 സെക്കൻഡ് ടൈം. എല്ലാരും ഒരു ഇരിക്കുന്നുണ്ട്. അല്ല, അത് ശരിയല്ലേ? പിന്നെ അയാൾ ഇൻഡിവിജ്വൽ ആയിട്ട് കളിച്ചതല്ലേ, എന്നിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യം എന്താ? എന്നിട്ടും എനിക്ക് തോന്നുന്നു ആള് ആ ഒരു കാര്യത്തിലൊക്കെ കേട്ടോ, ആള് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും കൂടിയുള്ള രീതിയിലാണ് ആള് സംസാരിക്കുന്നൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട്. അവർക്ക് കൂടി കഴിക്കണല്ലോ എന്ന് ഓർത്ത് അക്ബറിന് കൈയടിക്കണ സമയത്ത് സൂപ്പറായിട്ട് അതിലേക്ക് വരാം. അതൊക്കെ കഴിഞ്ഞിട്ട് ഇവര് സംസാരിച്ചുകൊണ്ടിരുന്ന് പോകുന്നതിന്റെ കുറച്ച് മുന്നേ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിലേക്ക് ബിഗ് ബോസ് പറയുന്നുണ്ട് പണിപ്പുരയിൽ കയറുമ്പോ മറ്റേ കണ്ണിന് ഡയറക്റ്റ് ഇടിമിന്നലായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു അക്ബറിനോട്. അക്ബർ അല്ല ബിഗ് ബോസ് കുഴപ്പമില്ലാന്ന് പറഞ്ഞിട്ടുണ്ട്, ഇത് ഒഴിവാക്കി തരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് ബിഗ് ബോസ് പറഞ്ഞു അല്ല, അതിന്റെ ഉള്ളിൽ അങ്ങനെ എന്തോ ഒരു സാധനം അവര് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാണെന്ന് പറയുന്നുണ്ട്. അപ്പം അക്ബർ പറഞ്ഞൊരു മറുപടി ഉണ്ട്, അല്ലെങ്കിൽ തന്നെ ഒരുപാട് പണിയെടുത്തിട്ടാ ഈ പണിപ്പുരയിലൊന്നും കയറാൻ പറ്റില്ല, ഇനി നിങ്ങൾ ഈ പണിയും കൂടി തരല്ലേ ചോദ്യമുള്ളത്. പിന്നെ കാരണം ഇത്രയും ഗംഭീരായി ഇവരോട് മത്സരിച്ച് മുട്ടി ആള് 1ാം സ്ഥാനത്തെത്തി. തീർച്ചയായിട്ടും. എന്നിട്ട് ആൾക്ക്, അതായത് അതിനേക്കാളും നല്ല എന്താ, തോറ്റാടം വെറുതെ മാറിയിരിക്കുന്നായിരുന്നു. പിന്നെ അല്ലേ? ഇപ്പൊ അക്ബർ വിജയിച്ചിട്ടാണ് കഴിഞ്ഞ തവണ ആര്യനെ എക്സ്ട്രാ ഒരാളായിട്ട്, അതായത് പാർട്ട്ണറായിട്ട് എടുത്ത്, എന്നിട്ട് അതിലൂടെ അത് നഷ്ടപ്പെട്ടപ്പോ നേരെ നോമിനേഷനിലേക്ക് പോയി. ഒന്ന് ആലോചിച്ചോക്കെ, ജയിച്ച ആൾ നോമിനേഷനിലേക്ക് പോയി. അത്രയും പ്രശ്നങ്ങളിലൂടെയാണ് കടന്ന് വിജയിച്ചു വന്നിട്ടുള്ളത്. അപ്പൊ തോറ്റവരവര് സേഫ് ആയിട്ട് അവിടെ ഇരിക്കുന്നു. ഇതാണ് അവസ്ഥ. അപ്പൊ അത് കഴിഞ്ഞ് വീണ്ടും ജയിച്ചു കഴിഞ്ഞിട്ട് പണിപ്പുരയിലേക്ക് പോകാനുള്ള അനുവാദം കൊടുത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു അനുമതി നേടിയെടുത്ത അക്ബറിനോട് പറയാണ് അടുത്ത പണി അവിടെ വെയിറ്റ് ചെയ്തിരിക്കും. അല്ലെങ്കിൽ 20 സെക്കൻഡ് കൊടുക്കുന്നുള്ളൂ. 20 സെക്കൻഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദാ എന്ന് പറയുമ്പോൾ തീരും. 20 സെക്കൻഡ്. പിന്നെ ആൾക്ക് 500 പോയിന്റ് ഉള്ളത്. അതെ, 500 പോയിന്റിനുള്ള സാധനങ്ങളെ എടുക്കാനും പാടുള്ളൂ. ഇതൊക്കെ അതും ഇത് കഴിഞ്ഞിട്ട് ആളെ വിളിച്ചു, ആള് പണിപ്പുരേന്റെ ഉള്ളിലോട്ട് കയറി. അപ്പോഴാണ് നമ്മള് ശരിക്കും ശ്രദ്ധിച്ചു കേട്ടോ. പണിപ്പുര എന്ന് പറഞ്ഞാൽ ആള് പറഞ്ഞ കാര്യം അങ്ങനെ തന്നെയാ, മറ്റേ ലൈറ്റ് ഇട്ടിരിക്കാന്ന് മിന്നുന്ന ഒരു രക്ഷയില്ല. കണ്ണ് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇതായി പോകും. അവിടെ സെലക്ട് ചെയ്യാൻ പറ്റില്ല കളർ ഏതാന്ന്. പിങ്ക് എടുത്താലാണ് ഫുഡിന്റെ. ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മൾ അറിയാത്തൊരു ഏരിയയിലേക്ക് പോകുമ്പോ തന്നെ, ഇപ്പൊ ഈ പണിപ്പുര അത്രക്ക് എല്ലാവർക്കും പരിചിതമായ ഒരു ഏരിയ അല്ല. അപ്പൊ തന്നെ അതിന് 20 സെക്കൻഡ് വളരെ കുറവാണ്. പിന്നെ അതിനകത്തേക്ക് പോകുമ്പോ ഈ ഇടിമിന്നലും മഴയും മറ്റേ പ്രളയൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അതൊരു സത്യം. ഇത് പിന്നെ അക്ബറിന് ഒരു പ്രാവശ്യം പരിചയം ഉള്ളത് കൊണ്ട് ഞങ്ങൾ ചെല്ലുന്ന ഏരിയ അറിയാം, ഇത് എവിടെയായിരിക്കും എന്നൊക്കെ.
മറ്റൊരാൾ അറിയാത്ത ഒരാളെ പോണെങ്കിലുള്ള അവസ്ഥയല്ല, തപ്പി പിടിച്ച് കണ്ടുപിടിക്കണ്ടേ. കോപ്പിലെ പരിപാടി. എന്തായാലും അക്ബർ പൊളി. അതെ, അതായത് അക്ബർ ഇതൊക്കെ ആണെങ്കിലും ആള് തനിക്ക് വേണ്ടി മാത്രം നിന്നില്ല എന്നുള്ളതാണ്. അത് തന്നെയാണ് ആളുടെ ഏറ്റവും വലിയ സംഭവം. അതായത് ഇയാളിപ്പോ അവിടെ എന്തൊക്കെ തെറ്റ് ചെയ്തോ, മോശമായിട്ട് ആളെ വാക്ക് കൊണ്ടുണ്ടായ മോശം കേട്ടോ, അല്ലാതെ ഒരു മോശം, അല്ലാതെ ആള് വേറെ മോശത്തരൊന്നും കാണിച്ചിട്ടില്ല. നാവൊന്ന് അടക്കാത്തതിന്റെ പ്രശ്നം. ഈ നാവ് ചതിച്ച ആ എല്ലാ തെറ്റും ഇതിലൂടെ മാഞ്ഞുപോയി. പിന്നെ തീർച്ചയായിട്ടും, കാരണം ആൾക്ക് സ്വന്തമായിട്ട് ഇതെടുത്തിട്ട് നല്ല പുട്ടടിക്കായിരുന്നു, ചെയ്തില്ല. ഇനി ഇത് കൊണ്ടുവന്നതിന് ശേഷമുള്ള സംഭവങ്ങളാണ് അതിന്റെ ബാക്കി. എന്റെ പൊന്നോ, ഈ കഥാപാത്രം അവിടെ അനീഷിന്റെ എനിക്ക് കേൾക്കണ്ട ഈ അനീഷിനെ കുറിച്ച് പറഞ്ഞ ഈ ബോക്സ് ഒക്കെ എടുത്തിട്ട് ഉള്ളിൽ വരാൻ പറഞ്ഞു. ഉള്ളിൽ വന്നു. ഉള്ളിൽ വന്നതിന് ശേഷം ബിഗ് ബോസ് ലീഡറിനോട് അത് എത്ര രൂപയ്ക്കുള്ള എത്ര പോയിന്റിനുള്ളതുണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്തൊക്കെ പറയാൻ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അതായത് 690 രൂപേന്റെ 690 പോയിന്റിന്റെ കണ്ടുണ്ട് എടുത്തിട്ട് പോകുന്നത്. അപ്പൊ 500ന്റെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ആ സമയത്ത് അനീഷ് ഇതെല്ലാം എണ്ണി കണക്കൂട്ടി കഴിഞ്ഞിട്ട് പറയുന്നത് തെറ്റാണ് ഇത് തിരിച്ചു കൊണ്ടുപോകണം, ഇത് മൊത്തം തിരിച്ചെടുക്കണം, അതാണ് അതിന്റെ നീതി. ബിഗ് ബോസിനോട് അങ്ങോട്ട് പറയാ. അതില് അപ്പ എല്ലാം ഇളകി. കാരണം ഇളകാതിരിക്കുവോ? ആ സമയത്ത് ഞാൻ വിചാരിച്ചു അനീഷ് ഇതേ പ്ലാസ്മ ടിവിന്റെ മുകളിൽ കൂടെ പോണോന്ന് വിചാരിച്ചു. അതായത് ഒരു നേരവും വന്നു അവിടുന്ന് മറ്റേ ശരത്ത് ശരത്തല്ലേ ഒരു ഗംഭീര വരും. ഞാൻ വിചാരിച്ചു പോയി എന്ന് വിചാരിച്ചു. സത്യം പറയാം, അപ്പാനി ശരത്തിനെ പോലെ ഒരു കടുപാട് വേണം. അതായത് ഈ ആട്ടിൻകുട്ടിനെ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ കഴുത്തിന് പിടിച്ച് ഇങ്ങനെ കടിച്ചു കൊണ്ടിടക്കണം. സത്യമായിട്ട് അപ്പാനി ശരത്ത് വിടരുത് ഈ അനീഷിനെ. അത് എന്തൊരു മോശം ക്യാരക്ടർ. എന്നിട്ട് ആള് അവിടെ നിന്ന് അതിന്റെ മുന്നേ ആള് പറഞ്ഞിട്ടുണ്ട്, ഞാൻ 2 ദിവസം വേണമെങ്കിലും ഫുഡ് കഴിക്കാണ്ടിരിക്കും. അങ്ങനത്തെ ഡയലോഗുകളൊക്കെയാണ് ആളടിക്കുന്നത്. അത് എപ്പോഴാന്നറിയോ? ബിഗ് ബോസ് ഒരു പ്രാവശ്യം ചോദിച്ചു, നിങ്ങൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ പറയാണ് മറ്റുള്ളവരെല്ലാം അതേ ബിഗ് ബോസ് എല്ലാവർക്കും ബുദ്ധിമുട്ട്. അപ്പൊ ആശ വരുന്നിട്ട് ഞങ്ങളൊക്കെ ഭയങ്കര ഹാപ്പിയാണ് ബിഗ് ബോസ്. ഞങ്ങളെ ഈ പോലീസ് ട്രെയിനിങ്ങിന്റെ ഇടയില് ചിലരുണ്ട് ഇങ്ങനത്തെ ചെറ്റകള്, കൂട്ടത്ത് കൂടാൻ പറ്റും. സംഭവമൊക്കെ ശരിയാണ്, ഇത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഗെയിമാണ്, കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. പക്ഷെ അതായത് നമുക്ക് ആവശ്യമായ ചില കാര്യങ്ങളുണ്ട്, അത് മൊത്തം ഒരുമിച്ച് നേടിയെടുക്കേണ്ടതാ. ചില സന്ദർഭങ്ങളിൽ ഒറ്റക്കെട്ടായിട്ട് നിൽക്കേണ്ടി വരും. ഫോഴ്സ് എന്ന് പറയും. അതെ, ഫോഴ്സ് ആവണമെങ്കിൽ കൂട്ടം കൂടി ആ ഫോഴ്സിന്റെ പവർ കാണിക്കണം. ഇത് ആ കൂട്ടത്തിൽ ഒരു ഒറ്റയാനുണ്ടാവും, എപ്പോഴും ഉണ്ടാവും അങ്ങനെയുള്ളവര്. അതായത് എല്ലാ ഏരിയയിലും ഉണ്ടാവും, എല്ലാ കൂട്ടത്തിലും ഉണ്ടാവും അങ്ങനെ ഒരാള്. ഇപ്പൊ ആളിപ്പം ബിഗ് ബോസിനെ ഇങ്ങനെ സുഖിപ്പിച്ചോണ്ടിരിക്കുകയാണ്. എന്നിട്ട് അതിന്റെ ഇടയ്ക്ക് കൂടി കൊടുക്കുന്നതായിരിക്കും ആളുടെ വിചാരം. ഈ പ്രശ്നം ഉണ്ടാക്കുമ്പോഴൊക്കെ പറയുന്നുണ്ട് അടുത്ത ആഴ്ചയിലെ ലീഡർ ഞാൻ തന്നെയാണ്. അത് ഇവരെ മറ്റവരെ പ്രൊവോക്ക് ചെയ്യാന്നാണെങ്കിൽ വിചാരിക്കാം ഈ പറച്ചിലൂടെ. അല്ല, ഇത് ഞാനിത് കണക്ട് ചെയ്യുന്ന എങ്ങനെയാ ഇപ്പൊ, അതായത് ആള് അനുമോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു തുടക്കത്തിൽ തന്നെ, ഇതെന്റെ വീടാണ്. അതാള് മനഃപൂർവ്വം പറയുന്നല്ല, വിചാരം അങ്ങനെയാണ്. ഇതിനകത്ത് ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞില്ലേ, കുറെ കാര്യങ്ങളല്ല നമ്മൾ പറഞ്ഞ കാര്യം. അതായത് ഇയാള് അതിനുള്ളിൽ ചെയ്യുന്ന കാര്യങ്ങളും ഒന്നും ഇയാള് ഒരു ഗെയിമായിട്ട് കൊണ്ടുവന്ന സാധനങ്ങളൊന്നുമല്ല. ഇത് അയാൾ എന്താണോ, അയാളുടെ സ്വഭാവം എന്താണോ, അതാണ് അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഒന്ന് ആലോചിച്ച് നോക്ക്, അക്ബർ ഇത്രയും റിസ്ക് എടുത്ത് ഇതെല്ലാം നേടിയെടുത്ത് ഒരു വട്ടം കയ്യിൽ നിന്ന് പോയി. അതിനുശേഷം വീണ്ടും അതേ സ്ഥാനത്തെത്തി വീണ്ടും മത്സരിക്കുകയാണ്. അതായത് പണിപ്പുരയിലേക്ക് രണ്ടാമതായിട്ട് കയറുകയാണ്. എന്നിട്ട് മറ്റുള്ളവർക്കൊക്കെ വേണ്ടി ഈ സാധനം കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ അനീഷ് എന്തായിരിക്കും ചെയ്യാ? അതിനകത്തേക്ക് അനീഷാണ് ഇങ്ങനെ വിടുന്നതെങ്കിൽ അനീഷിന് നക്കാൻ എന്തെങ്കിലും കിട്ടുമോ? 2 ആഴ്ച കിട്ടാതാവുമ്പോ പറയില്ലേ, ഞാൻ 2 ദിവസമൊക്കെ വേണമെങ്കിൽ നിക്കാം, 2 ആഴ്ച ഒന്നും പറ്റൂല. ഇതേ സാധനം മറ്റേ ഒനീല് പറയുന്നുണ്ട്, എന്താ ഞണ്ണാൻ വേണ്ടിട്ട് വരൂലേ, അങ്ങനെ എന്തോ ഒരു സാധനം. എല്ലാം കുക്ക് ചെയ്യുന്നതൊക്കെ ആള് സ്വന്തം ഉണ്ടാക്കി തിന്നാണോ? എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കല്ലേ? എന്തൊരു സ്വഭാവമാണിത്. കാണിച്ച അതിനുശേഷം ഈ സാധനം അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം 500 രൂപയ്ക്കുള്ള സാധനം മാറ്റിവെക്കുന്നതിന്റെ കാര്യത്തിൽ വന്നപ്പം നമ്മുടെ ബിന്നിയും അത് പൊളിച്ചുല്ലേ ആര്യനും തമ്മിൽ ചെറിയൊരു ഇതായി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 500 രൂപയ്ക്ക് അതിനകത്ത് 2 പേരൊറ്റ വെജിറ്റേറിയൻ ആണ് ഈ കണ്ടസ്റ്റൻസിൽ. അപ്പം ഒരു വെജ് ബർഗർ എടുത്തിട്ട് ബാക്കി സാധനങ്ങൾ, അതായത് കണക്ക് കറക്റ്റ് ആക്കാൻ വേണ്ടിട്ട് വെജ് എടുക്കാൻ പറഞ്ഞു. ആര്യം പറഞ്ഞു വെജ് എടുത്തേക്ക്, 2 പേര് വെജിറ്റേറിയൻസ് ഉണ്ടെന്ന്. പ്രത്യേക താല്പര്യം ഉണ്ട്. അത് പിന്നീട് നമുക്ക് മനസ്സിലായി അത് ആ താല്പര്യം എന്താണെന്നുള്ള കാര്യം. അപ്പം ഇത് പറഞ്ഞു കഴിഞ്ഞപ്പം
ഈ ബിന്നി അവരുടെ ഒരു അഭിപ്രായം പറഞ്ഞു. അതെ, വളരെ നല്ലൊരു അത് പോയിന്റ് അത് നല്ല പോയിന്റ്. അത് സാമാന്യം ബോധമുള്ളവന് കേട്ടാൽ മനസ്സിലാവും. കാരണം അവിടെ വെജിറ്റേറിയൻ നമുക്കറിയാം, വെജ് എന്ന് പറഞ്ഞാൽ പക്ക നോൺ വെജ് ആയിട്ടുള്ള ആൾക്കാർ വളരെ ചുരുക്കമുള്ളൂ. അതെ അതെ അതെ. അല്ലാതെ എഗ്ഗ് കഴിക്കുന്നവരുണ്ട്. ഇപ്പം ബീഫ് കഴിക്കൂല, ചിക്കൻ കഴിക്കൂല, അത് അതിന്റെ റൈസ് എഗ്ഗ് കഴിക്കും. എഗ് കഴിക്കും. പിന്നെ ചിക്കൻ ഉള്ള റൈസിൽ നിന്ന് ചിക്കൻ മാറ്റി വെച്ചിട്ട് റൈസ് മാത്രം കഴിക്കുന്ന ആൾക്കാർ. ഇതൊക്കെ അവർ കറക്റ്റ് വ്യക്തമായിട്ട് അവള് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ ബിന്നി. അത് മനസ്സിലാകുന്നില്ല. അതായത് റൈസ് ആകുമ്പോൾ ഒരു ബർഗർ മേടിച്ച് 4 പീസ് ആക്കുമ്പോൾ അല്ലെങ്കിൽ 2 പേർക്ക് എടുക്കുമ്പോ അതിന്റെ ക്വാണ്ടിറ്റി കുറവല്ലേ, കുറയും. അതാണ് അവർ പറഞ്ഞു കൊടുക്കുന്നത്. ആ സമയത്ത് എന്തെങ്കിലും റൈസ് ഒരു പ്ലേറ്റ് ആണ് വരുന്നത്, അത് 3 or 4 പേർക്ക് ഷെയർ ചെയ്ത് കഴിച്ചാലും വയറ് അത്യാവശ്യം ധാരാളം സാധനം ഉണ്ടാവും. അതായത് മറ്റുള്ളവർക്കും ആ സാധനം ഉപയോഗിക്കാൻ പറ്റും. ഇത് അത്ര കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ ആര്യന് ഒരു രക്ഷയില്ല, ആര് സമ്മതിക്കുന്നില്ല. നീ സെൽഫിഷ് ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആര് തകർക്കുന്നത്. അക്ബറിന് കുറച്ച് മനസ്സിലായിട്ടുണ്ട്. അക്ബറിന് കാര്യം മനസ്സിലായി. പക്ഷെ അപ്പോഴും അവര് പറയുന്ന ഒരു കാര്യം ഇതാണ്, അവര് അതും ഉപയോഗിക്കില്ലെങ്കിലോ എന്ന് ചോദിക്കുന്നുണ്ട്. അതൊരു പോയിന്റ് ആണ്. അത് ഈ റൈസ് മാത്രമായിട്ട് അവര് കഴിക്കില്ലെങ്കിലോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് അവിടെ തമ്മിൽ സംസാരിക്കേണ്ട കാര്യമായിരുന്നു. അല്ലാണ്ട് ഇതെന്താ അഭിപ്രായം പറയാൻ പറ്റില്ല, അതാണ് എന്റെ ചോദ്യം. ആര്യന് അവിടെ കിടന്ന് ഷൗട്ട് ചെയ്യേണ്ട ഒരു കാര്യമില്ല. അങ്ങനെയാണ്. അത് തന്നെയാണ്. എന്തായാലും സംഭവപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇനി മുന്നോട്ട് പോകാൻ ഉണ്ടാവാൻ പോകുന്നതെന്നുള്ളതാണ് തോന്നുന്നത്. തീർച്ചയായിട്ടും അനീഷിനെ ആ അപ്പാനി ശരത്ത് പിടിച്ചെങ്കിൽ എന്നുള്ളതാണ്, കണ്ടുപിടിച്ചെങ്കിൽ കാത്തിരുന്ന് കാണാം ആരാ പിടിക്കാൻ പോണേ. ഞാൻ അപ്പാനി ശരത്തിനെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. എന്തിനു ഉറപ്പിക്കാതെ അഗ്രസീവായിട്ടേ, ഇത് കുറച്ച് അഗ്രസീവ്. പക്ഷേ ഇയാളുടെ അടുത്ത് അഗ്രസീവ് ആയാലേ കാര്യമുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അന്നൊരു കാര്യമില്ല. അല്ല, ഈ അപ്പാനി ശരത്ത് ഈ ഒരു ഇപ്പോഴുള്ള ഒരു അവസ്ഥ അതിലേക്ക് എത്തിയതിന്റെ അനീഷ് കാരണം. എടാ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യടാ സത്യം. അതായത് ഈ കൂട്ടത്ത് കൂട്ടാൻ പറ്റില്ല. അതായത് സംസാരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളോട് നമുക്കൊരു കാര്യം അങ്ങോട്ട് പറഞ്ഞ് അവതരിപ്പിക്കാൻ പറ്റില്ല. ഒരു കാര്യം നമ്മൾ കേൾക്കണം, റേഡിയോ ഓൺ ആക്കിയതുപോലെ കേട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ഓഫ് ആക്കി വെക്കണം. തിരിച്ച് അങ്ങോട്ട് പറയണത് റേഡിയോ കേൾക്കൂലല്ലോ, അതേ അവസ്ഥ. ഇത് റേഡിയോ ഒന്നും പറയാൻ പറ്റില്ല. അതാ ഇത് അതിന്റെ മേലെയാ വേറെന്തോ തുളുമ്പും തുളുമ്പില്ല. എന്നാണെങ്കിലും ഇതിന് ശേഷവും വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം. എന്തായാലും അക്ബർ പൊളി, ആളുടെ എല്ലാ നെഗറ്റീവ് ആള് ഇതിന്ന് മാറ്റി കുറിച്ചിരിക്കുന്നു. ഇനിയെങ്കിലും നാവൊന്ന് ശ്രദ്ധിച്ചാൽ ഏറ്റവും നല്ലത്.